പാലക്കാട് ബിജെപിയിലെ പുതിയ അധ്യക്ഷനെ പ്രശാന്ത് ശിവനെ അല്പസമയത്തിനകം തന്നെ പ്രഖ്യാപിക്കും. പ്രശാന്ത് ശിവന്റെ അധ്യക്ഷ പദവിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചകൾ, വലിയ പ്രതിഷേധങ്ങളൊക്കെ നടന്നിരുന്നു. അവയെല്ലാം സമവായത്തിലേക്ക് എത്തുകയാണ്. RSS നേതൃത്വത്തിന്റെ കൃത്യമായ ഇടപെടലുണ്ടായിരുന്നു. RSS നേതൃത്വം നേതാക്കളെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു. ഒടുവിൽ തീരുമാനങ്ങളിൽ നിന്നും പിന്നോട്ട് പോയിരിക്കുന്നു. എതിർ ശബ്ദം ഉയർത്തിയ നേതാക്കൾ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പ്രശാന്ത് ശിവനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ അവിടെ നടക്കുകയാണ്. പാലക്കാട്ടെ BJP ഓഫീസിന് മുന്നിൽ പ്രസാദ് ഉടുമ്പശ്ശേരി തുടരുന്നു. നമുക്കിപ്പം പ്രസാദ്, അവിടേക്ക് സംസ്ഥാന നേതാക്കൾ പ്രമീള ശശിധരൻ അടക്കമുള്ള വിമത ശബ്ദം ഉയർത്തിയവരൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ടോ? പ്രസാദ്, അവിടെ പ്രശാന്ത് ശിവനെ വരവേൽക്കാനുള്ള ആഘോഷങ്ങൾ തകൃതിയായി നടക്കുന്നു. അതെല്ലാം നമുക്ക് കാണുകയും ചെയ്യാം. നേതാക്കളൊക്കെ അവിടെ എത്തിത്തുടങ്ങിയിട്ടുണ്ടോ? സംസ്ഥാന നേതൃത്വം, ഒപ്പം പ്രമീള ശശിധരൻ അടക്കം വിമത ശബ്ദമുയർത്തിയ കൗൺസിലർമാർ, RSS നേതാക്കളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ടോ? എന്നാൽ അവർ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഇങ്ങോട്ട് വരുമെന്നാണ് കരുതുന്നത്. മറ്റു നേതാക്കളിലെല്ലാം പ്രസാദ് പറഞ്ഞോളൂ, കേൾക്കാം. എല്ലാം തന്നെ ഇവിടെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, അവരെ സ്വീകരിക്കാൻ വേണ്ടി നിരവധി ആളുകളാണ് BJPയുടെ ഇവിടുത്തെ പ്രാദേശിക നേതാക്കളും ജില്ലാ നേതാക്കളും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് പ്രഖ്യാപനം നടത്തേണ്ടത് സംസ്ഥാന നേതാവായ KS രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണൻ നേരത്തെ തന്നെ സ്ഥലത്ത് വന്നിരുന്നു. അതോടൊപ്പം പാർട്ടി വരണാധികാരി പ്രമീള ദേവി അവരെല്ലാം തന്നെ ഇവിടെ ഹാളിൽ കാത്തിരിക്കുകയാണ്. പ്രശാന്ത് ശിവൻ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് വരും. പ്രശാന്ത് ശിവന് വലിയ സ്വീകരണം കൊടുക്കാനാണ് പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ പാർട്ടി ഓഫീസിന് മുമ്പിൽ തടിച്ചുകൂടി നിൽക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ജില്ലാ പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിക്കകത്ത് വലിയൊരു അതൃപ്തി പുകയുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നത് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ രാജിവെക്കുമെന്നുള്ളതായിരുന്നു. എന്തായാലും ചെയർപേഴ്സൺ തൽക്കാലം രാജിക്കില്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ മറ്റ് കൗൺസിലർമാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമവും RSSന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടക്കുന്നു. അവരും ഏറെക്കുറെ അതിനകത്ത് ഇന്നലെ രാജിവെക്കുമെന്ന് പറഞ്ഞ ആളുകളിൽ പകുതി പേർക്കും രാജിവെക്കുന്നതിനോട് യോജിപ്പില്ല. അതല്ലാത്ത രീതിയിൽ പാർട്ടിയെ തങ്ങളുടെ പ്രതിഷേധവും എതിർപ്പും അറിയിക്കണം, അതിന് പരിഹാരം കാണണം എന്നുള്ളതാണ്. പാർട്ടി വിട്ടു പോകുക എന്നുള്ളത് ആലോചിക്കാനാവില്ല എന്ന് പലരും സന്ദേശം ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടത്തുന്നതിന് ഇപ്പോൾ യോഗം ചേരുന്നുണ്ട്. ശരി പ്രസാദ്, അവിടെ ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. നേതാക്കൾ അല്പസമയത്തിനകം തന്നെ അവിടേക്ക് എത്തിച്ചേരും. ഈ വിമത ശബ്ദം ഉയർത്തിയവരൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമോ? എന്തായിരിക്കും അവരുടെ നിലപാട് എന്നുള്ളതാണ്. ഇപ്പൊ മഞ്ഞുരുക്കമൊക്കെ വന്നു, പക്ഷേ ഈ ചടങ്ങിൽ ഇവരൊക്കെ പങ്കെടുക്കുമോ എന്നുള്ളത് ഇനി കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. അപ്പോൾ അല്പസമയത്തിനകം തന്നെ പാലക്കാട് പ്രഖ്യാപനമുണ്ടാകും BJP നേതൃത്വത്തിന്റെ. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ് ഉടുമ്പശ്ശേരി.